ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി വിശദീകരണം തേടി. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ ലഭിച്ച തുകയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2019 മുതൽ 2022 വരെയുള്ള കാലയളവിലാണ് ഈ വലിയ തിരിമറി ഉണ്ടായിരിക്കുന്നത്. ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് 27 ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസം. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, വലിയൊരു തീവെട്ടിക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സമഗ്രമായി ഈ വാർത്തയെ വിലയിരുത്തൽ എന്താണ് നമ്മുടെ മുന്നിലുള്ള വസ്തുതകൾ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചതിലടക്കം വലിയ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ തട്ടിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പറയുന്നത്. ഈ ലോക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 27 ലക്ഷം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2019 മുതൽ 2022 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ദേവസ്വം ബാങ്കിലേക്ക് സമർപ്പിച്ചിട്ടുള്ള പണം, നിക്ഷേപിച്ചിട്ടുള്ള പണത്തിലടക്കം ഈ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലോക്കറ്റ് വിൽപ്പനയിലെ തുക നിക്ഷേപിച്ചിരിക്കുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 2 അക്കൗണ്ടുകളിലായിട്ടാണ്. ഇതിൽ ബാങ്കിൽ നിന്ന് നൽകിയിട്ടുള്ള ക്രെഡിറ്റ് സ്ലിപ്പിലും ഒപ്പം ബാങ്കിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ള പണത്തിലും വലിയ വ്യത്യാസം തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതിനു പുറമെ തന്നെ ഈ ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചത് അടക്കമുള്ള കാര്യങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിലനിൽക്കെ തന്നെ CCTV സ്ഥാപിക്കുന്നതിന് വേണ്ടി ദേവസ്വത്തിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ടാണ് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ 89 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ദേവസ്വത്തിന് ഉണ്ടായിരിക്കുന്നത്. ഈ പണത്തിന്റെ ബാങ്കിൽ നിക്ഷേപിക്കാതെ ഇതിലെ പലിശയും ദേവസ്വത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ തന്നെയാണ് ഈ ഓഡിറ്റ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 2024 മെയ് മാസത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഉടനെ മറുപടി നൽകാനായിട്ട് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.